നമസ്കാരം, ഫണ്ണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മളെല്ലാവരും സർവ്വസാധാരണമായി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന മുട്ടയെക്കുറിച്ചാണ്. നമ്മൾ ഡെയിലി കഴിക്കാറുണ്ട്, ആഴ്ചയിലും ഒക്കെ കഴിക്കാറുണ്ടെങ്കിലും പലർക്കും ചില വിവരങ്ങൾ മുട്ട കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് വളരെയധികം ദോഷവും ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് മുട്ടയെക്കുറിച്ചുള്ള വിവരങ്ങളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മുട്ടയുടെ ഗുണങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ വീഡിയോയിൽ കൂടി പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് മുട്ട. മറ്റ് കറികളൊന്നും കിട്ടിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് മുട്ട. മുട്ട കൊണ്ട് പല വിധത്തിലുള്ള വിഭവങ്ങൾ നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറ്റവും അധികം ന്യൂട്രിയൻസ് ലഭിക്കുന്നത് മുട്ടയിൽ നിന്നാണ്. മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം വളരെയധികം ശരീരത്തിന് ആരോഗ്യകരമാണ്, അതോടൊപ്പം തന്നെ അനാരോഗ്യകരവുമാണ്. ഒരു ജീവൻ നിലനിൽക്കാനായുള്ള എല്ലാ ഘടകങ്ങളും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനും ഫാറ്റും വളരെയധികം അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ. സാധാരണ മുട്ടയുടെ എനർജി എന്ന് പറഞ്ഞാൽ 70 മുതൽ 86 കലറി വരെയാണ്. കുട്ടികൾ വളർന്നു വരുന്ന പ്രായത്തിൽ നിർബന്ധമായി നൽകേണ്ട ഫുഡാണ് മുട്ട. കാരണം ഉദാഹരണം, ഒരു കോഴിക്കുഞ്ഞിൻ്റെ തലച്ചോറ് മുതൽ നഖം വരെ വളരാനുള്ള ന്യൂട്രിയൻസ് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രായമുള്ളവർക്ക് ഏറ്റവും നല്ല പ്രോട്ടീനാണ് മുട്ടയുടെ വെള്ള. അതും ആഴ്ചയിൽ 2 എണ്ണം വീതം അളവിൽ മാത്രം കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുതിർന്നവർക്ക് കഴിക്കാവുന്ന ആഹാരമാണ് മുട്ട. കൂടാതെ അതുപോലെ തന്നെ നമുക്ക് മുട്ടയെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നവർ പലരും പച്ചമുട്ടയാണെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്നുള്ളത് പറയാറുണ്ട്. ഇത് തികച്ചും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം നമുക്ക് സർവ്വസാധാരണമായി നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം എല്ലാവർക്കും കേട്ടുകേഴ്വിയുള്ളൊരു രോഗമാണ് പക്ഷിപ്പനി. അപ്പം പക്ഷിപ്പനി പോലെയുള്ള വൈറസ് നമ്മുടെ ശരീരത്തിൽ ഈ പച്ചമുട്ട കഴിക്കുന്നത് മൂലം എത്തിച്ചേരുവാനായിട്ട് ഇടയാക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്നൊരു കേൾവിയുടെ പുറത്ത് ഒരിക്കലും പച്ചമുട്ട ഡയറക്റ്റായിട്ട് നമ്മൾ കഴിക്കരുത്. കാരണം നമുക്ക് വൈറസ് ശരീരത്തിൽ എത്തിച്ചേരുന്നതിന് ഇടയാകുന്ന ഇതുമൂലം ഓരോ മനുഷ്യർക്കും പലവിധ ശാരീരിക ആരോഗ്യ അവസ്ഥകളാണ്. അപ്പം ഇതുമൂലം ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് മൂലം ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ മനുഷ്യരെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. 70 സെൻറ്റിഗ്രേഡിന് മുകളിൽ 3-4 മിനിറ്റ് വേവിച്ച് വേണം നമ്മൾ മുട്ട കഴിക്കാൻ. ചില സമയത്ത് നമ്മളൊക്കെ മുട്ട പൊരിച്ച് കഴിക്കാറുണ്ട്, ബുൾസൈ കഴിക്കാറുണ്ട്, അങ്ങനെ പല രീതിക്ക് കഴിക്കാറുണ്ട്. ചിലപ്പോൾ എളുപ്പം പെട്ടെന്ന് വൺ സൈഡ് മാത്രം വേവിച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമൊക്കെയാണ്. പക്ഷെങ്കിൽ പഠനം തെളിയിക്കുന്നത് 70 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ അതും 3-4 മിനിറ്റ് വെച്ച് വേണം വേവിച്ച് കഴിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. വേവിക്കുന്ന മുട്ട കഴിക്കുന്നതിലും വേഗത്തിൽ വേവിച്ച മുട്ടയിൽ നിന്നും പ്രോട്ടീനും മിനറൽസും ശരീരം വലിച്ചെടുക്കുന്നു. കാരണം വേവിച്ച മുട്ടയിൽ നിന്നാണ് കൂടുതലായി നല്ലപോലെ വെന്ത മുട്ടയിൽ നിന്നുള്ള പ്രോട്ടീനും മിനറൽസുമാണ് നമ്മുടെ ശരീരത്തിൽ എത്രയും വേഗത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്നത് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. മുട്ടയിൽ വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു. അത് ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ എ, ഡി എന്നിവ ഏറ്റവും കൂടുതലായിട്ട് ഈ മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ വൈറ്റമിൻ ഇ, സെലീനിയം, പൊട്ടാസ്യം, കൂടാതെ ഏറ്റവും റിച്ച് ആയിട്ടുള്ളതാണ് കാൽസ്യം. ഈ കാൽസ്യവും മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. ധാരാളം വൈറ്റമിൻസ് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ മുട്ട ഒരു അളവിൽ, അത് പ്രായമുള്ളവർക്കായാലും കുട്ടികൾക്കായാലും അതിൻ്റേതായ രീതിയിലൊരു അളവിൽ കൊടുക്കുകയാണെങ്കിൽ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇടയാകുന്നു. 40 വയസ്സ് കഴിയുന്ന ഒട്ടുമിക്ക പേർക്കും ബാധിക്കുന്നൊരു രോഗമാണ് തിമിരം. ഈ തിമിര രോഗം ബാധിക്കുന്നവർക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു രോഗം വരാതിരിക്കാനായിട്ട് ഈ മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം ഒരു പരിധിവരെയൊക്കെ ഇടയാകുന്നുണ്ട്.
കൂടാതെ കെരാറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗവും ഉണ്ടാകുന്നു. ഇവയെ റെസിസ്റ്റ് ചെയ്യാൻ അഥവാ പ്രതിരോധിക്കുവാൻ കഴിവുള്ള 2 ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. ഇവ ഏതൊക്കെയാണ് നമുക്ക്? ഇവയെ ലുട്ടീൻ, സിയോസാന്തിൻ എന്നിവയാണ് ഈ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ഇവ രണ്ടും കണ്ണിൽ തിമിരം ഉണ്ടാക്കുന്നതിനെ തടയുന്നു. പിന്നൊരു കാര്യം നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യമായ എക്സസൈസ് ഒന്നും ചെയ്യാതെ സാധാരണ രീതിയിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ് കൂടുതലും. അങ്ങനെയുള്ളവർക്ക് അമിതവണ്ണം എളുപ്പം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മുട്ട കഴിക്കേണ്ട രീതിയാണ്, ഒരാഴ്ചയിൽ കഴിക്കാവുന്നത് 4 മുട്ടയാണ് മിനിമം. ഈ അമിതമായിട്ട് ഈ കസേരയിലൊക്കെ ഇരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് കഴിക്കാവുന്ന ഒരളവാണ് പറഞ്ഞിരിക്കുന്നത് 4 മുട്ട എന്നുള്ളത്. ഹാർട്ടിന് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ പ്രമേഹമായിട്ടുള്ള രോഗങ്ങളോ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 മുട്ടയുടെ അതും വെള്ളം മാത്രമേ കഴിക്കാവൂ. കൂടാതെ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ട്, പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അവർക്ക് 2 മുട്ട വീതം നൽകാം ഒരാഴ്ചയിൽ. അല്ല ഡെയിലിയിൽ, അല്ലെങ്കിൽ പ്രായമായവരാണ്, അവർക്ക് ബലം വേണം, അതുകൊണ്ട് നമുക്ക് ഡെയിലി പ്രായമായവർക്ക് ഓരോ മുട്ട വീതം പുഴുങ്ങി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ നൽകാമെന്നുള്ളതൊക്കെ വെറും ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം പ്രായമായ അച്ഛനമ്മമാരിലൊക്കെ പല രീതിയിലുള്ള പല രോഗങ്ങളാണ് ഉള്ളത്. അതൊന്നും നമ്മൾ ചിലപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ചെക്കപ്പ് ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ടാകാം. ചില വീടുകളിൽ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ വരുന്ന സമയത്ത് മാത്രം ആശുപത്രികളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന വീടുകളും ഉണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പ്രായമായ മുതിർന്നവർക്ക് ആഴ്ചയിൽ 2 മുട്ട വീതം മാത്രമാണ് നൽകേണ്ടതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മൾ ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന മുട്ടയിൽ 185 മില്ലിഗ്രാം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യമൊക്കെ, ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ മുട്ട കഴിച്ചാൽ അവരുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നു. കാരണം ഈ മുട്ടയിൽ നിന്നുള്ള ഈ 185 മില്ലിഗ്രാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് ഈ എക്സസൈസ് ചെയ്യാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഫ്രണ്ടിലിരുന്ന് യാതൊരുവിധ ശരീരത്തിന് വ്യായാമമൊന്നും ലഭിക്കാത്ത ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബാഡ് കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നു. ഈ എക്സസൈസ് ഡെയിലി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മുട്ട കഴിക്കുന്നത് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. അത് ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടാണ് മാറുന്നത്. ഏറെ ശ്രദ്ധിച്ചാൽ മുട്ട കഴിച്ചാൽ യാതൊരുവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരികയില്ല. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഇല്ലാതാക്കുകയും ചെയ്യും. മുട്ട കഴിക്കുന്നത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുകയും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണവും ദോഷവും ഉണ്ടാകാറുണ്ട്. അപ്പം ഈ മുട്ട കഴിക്കുന്നത് വളരെയധികം ഒരു കൺട്രോളോടെ പരിധി വിട്ടോ ഒന്നുമല്ലാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ തന്നെ ആപത്തുകളൊന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ രോഗങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയാകുന്നതിൽ നിന്നും ഒഴിവാക്കാം. പതിവായി മുട്ട കഴിക്കുന്നവർക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ, അതായത് ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോൾ ക്യാൻസറിൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു. അപ്പം നമ്മൾ ഒരു മുട്ട കഴിക്കുന്നത് മൂലം അല്ലെ പതിവായിട്ട് മുട്ട കഴിക്കുന്നത് മൂലം ക്യാൻസർ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് കാരണം ആരോഗ്യം കൂടുതലുള്ളവരില്ലെങ്കിൽ വണ്ണം കൂടുതലോ അല്ല വണ്ണക്കുറവ് കാണുന്നവർക്ക് ചിലപ്പം കൊളസ്ട്രോൾ കൂടുതലായിട്ട് അവരുടെ ശരീരത്തിൽ കാണപ്പെടാറുണ്ട്. ഇല്ലെങ്കിൽ ഈ അമിതമായിട്ട് വണ്ണം വെക്കുന്നത് വേറെ ചില അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹോർമോൺസിൻ്റെയൊക്കെ പ്രശ്നമായിട്ടും കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് മുട്ട കഴിക്കുന്നത് ആരോഗ്യം അല്ലെ വണ്ണമില്ലാത്തവർക്ക് ശരീരത്തിന് ബലം ലഭിക്കും അങ്ങനെയൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയും സാഹചര്യവും അറിഞ്ഞിട്ട് വേണം നമ്മുടെ ഭക്ഷണത്തിൽ മുട്ട സ്ഥിരമായിട്ട് കഴിക്കുന്നത് ചെയ്യാൻ. നമ്മൾ മുട്ട കഴിക്കുന്നത് ഒരേ സമയം ഗുണവും ദോഷവും ചെയ്യുന്നുണ്ട്. ഇതുമൂലം മുട്ട കഴിക്കുന്നതിൽ അളവും പരിധിയും ഉൾപ്പെടുത്തി ഭക്ഷിച്ചാൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും ഇല്ലാതാകാനായിട്ട് ഇടയാക്കുന്നു. മുതലായവയാണ് മുട്ടയെക്കുറിച്ചുള്ള വിവരങ്ങൾ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. കൂടാതെ ഞങ്ങളിടുന്ന ഞങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.